ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളത്തെ മീറ്റിംഗ് ഒഴിവാക്കേ സമയം മറ്റൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തോ? ഇല്ലല്ലോ. അതിനർത്ഥം ഇതിൽ പങ്കെടുക്കാൻ തനിക്ക് തീരെ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാ. വിഷ്ണുവേട്ടന്റെ അമ്മ ഒരിക്കൽ എന്നെ തള്ളിക്കളഞ്ഞതാ. അതെ, ആ തള്ളിക്കളഞ്ഞ ആളെ തന്നെയാ കുറച്ചു ദിവസമായിട്ട് നമ്മളെ മോളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നേ. ഞാനൊരു ജില്ലയുടെ ഭരണം നടത്തുന്നവളാ. എന്റെ സമയത്തിന് വിലയുണ്ട്. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നീ നിലവിളക്കം പിടിച്ച് കേറേണ്ട സ്ഥാനത്ത് അവിടെ വേറെ ആര് കേറും? അവര് മനസ്സുകൊണ്ട് ആ വീട്ടിലെ ഗൃഹനാഥയായി കണ്ടിരിക്കുന്നതും പൂജകൾ നടത്തുന്നതും നിനക്ക് വേണ്ടിയിട്ടാ. സത്യമ്മയുടെ മരുമകള് കേറിയാ പോരെ? അതിനവിടെ ആ സ്ഥാനത്ത് ശ്യാമയുണ്ടല്ലോ. നിലവിളക്കുമായിട്ട് ശ്യാമ കേറിക്കോളും. അല്ലെങ്കിലും സത്യമ്മയ്ക്ക് എന്നെക്കാളും താല്പര്യം ശ്യാമയോട് തന്നെ. അപ്പൊ പിന്നെ ശ്യാമ തന്നെ അങ്ങ് കേറിയാ മതി. സത്യമ്മയ്ക്കൊപ്പം എന്നും ഒന്നിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടുന്നത് അല്ലെങ്കിലും ശ്യാമയ്ക്ക് തന്നെയായിരിക്കും. പക്ഷെ അവരതെല്ലാം ഒരുക്കുന്നത് ശ്യാമയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ. എങ്കിൽ അക്കാര്യം എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? സത്യാമ്മയുടെ ഉള്ളിൽ കള്ള ഉള്ളതുകൊണ്ടല്ലേ എന്നോട് ഈ കാര്യം നേരിട്ട് പറയാൻ മടിക്കുന്നേ. സത്യാമ്മ അത്ര സത്യസന്ധമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയും പോയി പഴയ പോലെ വഴക്കിനും ബഹളത്തിനും ഒന്നും ഞാൻ ഇല്ല അമ്മേ. അതുകൊണ്ട് ഞാൻ വരില്ല. മോളെ, അത് അമ്മ ഈ കാര്യം ഇനി എന്നോട് പറയണ്ട. ഞാൻ പിന്നെ വിളിക്കാം. എടി ഛെ. തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞല്ലോ അല്ലേ? സ്വസ്ഥതയും സമാധാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനിടയിൽ സന്തോഷം ആഗ്രഹിക്കുന്ന ഞങ്ങളെ പോലുള്ളവരുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? പലവട്ടം അനുഭവിച്ചതെല്ലാം ഇനിയും അനുഭവിക്കണമെന്നാണോ വിഷ്ണുവേട്ടൻ ഈ പറയുന്നേ? എടോ, മാറ്റങ്ങൾ മനുഷ്യ സഹജമല്ലേ? എന്നും ഒരാൾ ഒരുപോലെ ഇരിക്കൂ, സാഹചര്യത്തിനനുസരിച്ച് മാറില്ലേ? ഇവിടെ അമ്മയിലും മാറ്റങ്ങൾ വന്നു. അത് മനസ്സിലാക്കേണ്ടത് നമ്മളാ. ഇതിനു മുമ്പും ഇതിനേക്കാൾ വലിയ സ്നേഹവും സ്വീകരണവും ഒക്കെ ഞാൻ കുറെ കണ്ടതാ. എടോ, അത് ശരിയായിരിക്കാം. പക്ഷെ ഇതമ്മ മനസ്സിൽ തട്ടി തനിക്ക് വേണ്ടി ഒരുക്കുന്ന ചടങ്ങുകളാ. ഇതിനെങ്ങനെ കലർപ്പുണ്ടാവുക? എടോ, ഇതിലെ അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അത് ഞാൻ അമ്മയെന്ന് മനസ്സിലാക്കിയതാ. വിഷ്ണുവേട്ടൻ പറയുന്നത് ചിലപ്പോ ശരിയായിരിക്കാം. അമ്മയിലും മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ നാളത്തെ എന്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, അതിൽ എനിക്ക് പങ്കെടുക്കാതിരിക്കാനാവില്ല. അത്രയും പ്രമുഖരായിട്ടുള്ളവര് പങ്കെടുക്കുമ്പോ ജില്ലാ കളക്ടർ പങ്കെടുക്കുന്നില്ലെങ്കിൽ അതിന് ഒരുപാട് ആൾക്കാരോട് അതിന്റെ കാരണം എനിക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്റെ ജോലിക്ക് പ്രശ്നമാവുന്ന കാര്യം അത് ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കണമെന്ന് തന്നെയാണ് വിഷ്ണുട്ടൻ പറയുന്നത്. എടോ, ഇന്ന് ഞാൻ പറയുന്നില്ല. അതെനിക്ക് പറയാനോ ആവില്ലല്ലോ. എന്തായാലും ഞാൻ പോകുന്നുണ്ട്. മോളെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അമ്മ ആഗ്രഹിച്ചൊരു കാര്യമാണ്. എന്റെ അമ്മയെ താനിപ്പോഴും തന്റെ അമ്മയായിട്ട് കാണുന്നില്ല. അതന്നെയാണ് കാര്യം. അല്ലെങ്കിൽ ഇപ്പൊ ഈ ചടങ്ങിൽ പങ്കെടുക്കാവുന്ന രീതിയിൽ നാളത്തെ മീറ്റിംഗ് ഒഴിവാക്കേ സമയം മറ്റൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തോ? ഇല്ലല്ലോ. അതിനർത്ഥം ഇതിൽ പങ്കെടുക്കാൻ തനിക്ക് തീരെ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാ. വിഷ്ണുവേട്ടന്റെ അമ്മ ഒരിക്കൽ എന്നെ തള്ളിക്കളഞ്ഞതാ. അതെ, ആ തള്ളിക്കളഞ്ഞ ആളെ തന്നെയാ കുറച്ചു ദിവസമായിട്ട് നമ്മളെ മോളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നേ. സ്നേഹത്തോടെ ലാളിക്കുന്നേ. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നേ. എടോ, എന്നും ഒരാൾ ഒരുപോലെ ഇരിക്കൂ. എടോ, എന്റെ അമ്മയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായി. അത് മനസ്സിലാക്കാൻ തനിക്ക് കഴിയുന്നില്ല. പക്ഷെ ഞാനത് മനസ്സിലാക്കി. കാരണം എന്താണെന്നറിയോ? അത് എന്റെ അമ്മയാ. എന്നെ പ്രസവിച്ച എന്റെ അമ്മ. അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും.
അത് തന്നെയാ സാറ് ഞാനും ആലോചിക്കുന്നത്. ഗണപതി ഹോമം കഴിഞ്ഞു, ഇപ്പൊ നടക്കുന്നത് സർവൈശ്വര്യ പൂജയാ. ഇത് കഴിഞ്ഞാൽ വീടിന്റെ അവകാശിയായ മരുമകള് നിലവിളക്കും എടുത്ത് വീട്ടിൽ പ്രവേശിക്കണം. ശാലിനി കുഞ്ഞ് വരുമോ രാഘവൻ സാറേ? എടോ, പറയാനുള്ളതെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞതാ. എല്ലാ വഴിയും നോക്കിയിട്ടുമുണ്ട്. ഇനിയെല്ലാം വിധി. അല്ല, ഞാനിപ്പോ എന്താ പറയാനാ? വരുന്നതൊക്കെ വരുന്നവരെ അങ്ങോട്ട് വരട്ടെ. ഞാനോർത്തു പൂജയൊക്കെ കഴിഞ്ഞു കാണുമെന്ന്. കടയിലെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് വേണ്ടേ വരാൻ. സർവേശ്വരി പൂജ നടക്കുന്നതേ. പക്ഷേ ഇത് കഴിഞ്ഞ ശാലിനി വന്ന് വിളക്ക് വാങ്ങിച്ച് കയറണ്ടേ ശാരദാമ്മേ? എന്നാലല്ലേ ചടങ്ങിന് പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. മരുമകൾ ഈ വീടിന്റെ ലക്ഷ്മിയെ വരാതെ എന്ത് പൂജ നടത്തിട്ട് എന്താ കാര്യം? എല്ലാം വെറുതെയാ. അനുഭവയോഗം ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ ഒഴിവാക്കാനാവാത്തൊരു മീറ്റിംഗ് വന്നു എന്നാ പറഞ്ഞത്. പറയേണ്ട രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും ഞാനും പറഞ്ഞു കൊടുത്തു. സത്യമ്മ വലിയ പ്രതീക്ഷയില്ല. ശാലിനി കുഞ്ഞ് പൂജ തീരുന്നതിന് മുമ്പ് വരുമെന്ന് തന്നെയാ കരുതിയിരിക്കുന്നത്. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ശാലിനി വന്നില്ല അല്ലേ? ഇല്ല, വരുമായിരിക്കും. ആ മോളെ. അമ്മേ, ആ പപ്പിക്കുട്ടി. ശാരദമ്മേ. സർവൈശ്വര പൂജയ്ക്ക് ശേഷം ഗൃഹപ്രവേശന കർമ്മമാണ്. അതിൽ വീടിന്റെ നായിക നിലവിളക്കെടുത്ത് വലതുകാൽ വെച്ച് അകത്തേക്ക് പ്രവേശിക്കണം. നിലവിളക്കെടുത്ത് കൊടുക്കേണ്ട ആള് വീടിന്റെ നായികയായി മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് സിന്ദൂരം തൊടിയിച്ച് പട്ടുവസ്ത്രം നൽകി സന്തോഷത്തോടെ നിലവിളക്കെടുത്തു കൊടുത്ത് ആമാടപ്പെട്ടിയിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറന്ന് അകത്തേക്ക് കയറുന്നതോടുകൂടി ഈ കർമ്മങ്ങൾ ഇവിടെ അവസാനിക്കും.